ഇന്നൊരു ലഞ്ചിന് 100 രൂപയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ആ ലഞ്ചിന് 200 രൂപയാവും. നമ്മുടെ കയ്യിലുള്ള പൈസയുടെ ബൈയിങ് പവർ സ്ലോ ആയി കുറഞ്ഞു വരുന്നതിനാണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്? ഇൻഫ്ലേഷൻ നടക്കാൻ പല വഴികളുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിൾ ഡയറക്റ്റ് റീസണാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. എക്കണോമിയിലെ ഗുഡ്സ് കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്താൽ ഗുഡ്സിൻ്റെ വിലയും കൂടും. വില കൂടിയാലോ ലിവിങ് കോസ്റ്റ് കൂടും, ആൾക്കാർക്ക് കൂടുതൽ സാലറി വേണ്ടി വരും. ആ സാലറി കൊടുക്കാനായിട്ട് കമ്പനികൾ എന്ത് ചെയ്യും? കമ്പനികൾ അവരുടെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് കൂട്ടും. ഈ ലൂപ്പിനെയാണ് പ്രൈസ് വേജ് സ്പൈറൽ എന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ് എങ്ങനെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യും? ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ അറൗണ്ട് 6% ആണ്. ഗവൺമെൻറ് ഡയറക്റ്റായിട്ടല്ല, RBI വഴിയാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ കൂടിയാൽ RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും, ലോണുകൾ കോസ്റ്റ്ലി ആവും. അങ്ങനെ എക്കണോമിയിൽ വരുന്ന ക്യാഷ് ഫ്ലോ കുറയുകയും ആൾക്കാർ കുറച്ച് ചിലവാക്കുകയും ചെയ്യും. അങ്ങനെ ഡിമാൻഡും കുറയും, പ്രൈസ് സ്ലോലി സ്റ്റേബിൾ ആവും. നമുക്ക് എന്താണ് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴും നിങ്ങളുടെ പൈസ സേവ് ചെയ്യുമ്പം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ റിട്ടേൺസ് കിട്ടും എന്നൊരു ചാൻസ് ഉള്ള അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സേവിങ്സ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് വെക്കാതിരിക്കുക. അത് അറ്റ്ലീസ്റ്റ് FD ആയിട്ടെങ്കിലും കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻഫ്ലേഷൻ സ്ലോ ആയിട്ട് വരുന്നൊരു സൈലൻറ്റ് കില്ലറാണ്. പൈസ വർക്ക് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടും. ഇതുപോലുള്ള ഫൈനാൻസ് ടോപ്പിക് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.